ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. അമൃത ദർശനം ഒരു തീർത്ഥാടനം. വള്ളിക്കാവിലമ്മയുടെ ദർശനം കഴിഞ്ഞ് ഇന്ന് ചെന്നൈയിലെത്തി. പാലക്കാടും കോയമ്പത്തൂരും ചെന്നൈയിലും എല്ലാം അമ്മയുടെ ദർശനം ലഭിച്ചു. എങ്കിലും അമ്മയ്ക്ക് ജന്മം നൽകിയ ആ പുണ്യഭൂമിയിൽ കാൽവെക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായി കരുതുന്നു. 17 വർഷം മുമ്പ് പോയിരുന്നു. അന്ന് ആത്മീയത എന്താണെന്ന് പോലും അറിവില്ലായിരുന്നു. ലക്ഷക്കണക്കിന് ഭക്തരിൽ ഒരാളാവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പിറന്നാൾ അടുത്ത മാസമാണ്. ജ്യോതിഷം എന്ന ശാസ്ത്രം മാത്രമാണ് എപ്പോഴും മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് അമ്മയുടെ പിറന്നാൾ. അടുത്ത മാസമാണ് കാർത്തിക വരുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അമ്മയെ ഒരു നോക്കു കാണാൻ ജനസഹസ്രം. ദർശനത്തിന്റെ ഇടയിലും അമ്മ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സുഖമില്ലാത്തവർക്ക് വേഗം ടോക്കൺ കൊടുക്കണമെന്ന്. ആ പ്രേമവാത്സല്യം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദമാണ്. തീർത്ഥാടനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ പറയുമായിരുന്നു, നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത മുൻജന്മ പാപകർമ്മങ്ങൾ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് കുറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് തീർത്ഥാടനം. തീർത്ഥാടനം പോലെ വിചാരിച്ചാണ് പോയത്. താമസ സ്ഥലവും ആശ്രമവും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ നടന്ന് ക്ഷീണിച്ചു. അടുത്ത ദിവസം പരിഹാരം കണ്ടുപിടിച്ചു. പിന്നീടുള്ള 2 ദിവസവും ഓട്ടോയിലായിരുന്നു യാത്ര. ആശ്രമത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം കഴിക്കാനും നീണ്ട നിരയുണ്ട്. അതും ഒരു ദിവസം മാത്രം. അടുത്ത ദിവസം ക്യാൻറ്റീൻ സമീപിച്ചു. നല്ല മഴയും ഉണ്ടായിരുന്നു. എന്തിനാണ് പോയതെന്ന് പോലും ഓർമ്മയില്ലാതെ മഴയെയും നടത്തത്തെയും ശപിച്ചുകൊണ്ടിരുന്നു. ഫോൺ ചെയ്യുമ്പോൾ ഭർത്താവ് എടുക്കാതെയാവുമ്പോൾ അദ്ദേഹത്തോടും നീരസം തോന്നി. യാത്ര കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായപ്പോൾ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ആത്മീയതയുടെ ഒരു പടി കയറാൻ അനേകം പ്രതിസന്ധികൾ തരണം ചെയ്യണമെന്ന് അമ്മ എൻ്റെ ഉള്ളിൽ പറഞ്ഞതുപോലെ അമ്മയുടെ അടുത്തുണ്ടായിരുന്ന കുറച്ചു സമയം മാത്രമാണ് ശരീരബോധമില്ലാതായത്. ബാക്കി എല്ലാ സമയവും ഞാൻ ശരീരബോധത്തിലായിരുന്നു. എൻ്റെ യാത്ര തീർത്ഥാടനമായില്ല. അതേസമയം അദ്ദേഹം ചെയ്തത് ഒരു തീർത്ഥാടനമായിരുന്നു. ആശ്രമത്തിലെ ഭക്ഷണം, കിലോമീറ്ററോളം നടത്തം, 4 മണിക്ക് എണീറ്റുള്ള മെഡിറ്റേഷൻ, ഒന്നിനും മുടക്കം വരുത്തിയില്ല. ആ ഒരു വീക്ഷണത്തിലേക്ക് എത്താൻ എനിക്ക് ഇനിയും എത്ര വർഷങ്ങൾ? പ്രകൃതി എന്നോട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ പക്കൽ ഉത്തരമില്ല. ഇനിയും എത്രയോ ദൂരം സഞ്ചരിക്കണമെന്ന വ്യക്തത ഈ യാത്രയിലൂടെ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രം അറിയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്നലെ വൈകുന്നേരം 4:30 കായംകുളത്തിൽ നിന്നായിരുന്നു ചെന്നൈയിലേക്കുള്ള ട്രെയിൻ. 1:30 തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഗ്രൗണ്ടിലെത്തി. ധാരാളം പേർ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. ട്രാഫിക് ജാമായി. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ബസ്സിന് ഗ്രൗണ്ടിലെത്താൻ പോലും കഴിഞ്ഞില്ല. ആരുടെയോ നല്ല ഇടപെടൽ മൂലം ബസ് അറേഞ്ച് ചെയ്തു. അപ്പോഴേക്കും സമയം 3 മണിയോടടുത്തു. അരമണിക്കൂർ മാത്രമല്ലേ സ്റ്റേഷനിലേക്കുള്ളൂ എന്ന് സമാധാനിച്ചു. പക്ഷെ അവിടെയും പരീക്ഷണങ്ങളായിരുന്നു. സ്റ്റേഷനിൽ നിന്നും വരുന്ന ബസ്സുകളും ആശ്രമത്തിൽ നിന്ന് പോകുന്ന ബസ്സുകളും ഇടുങ്ങിയ വഴിയിലൂടെ മൊത്തം ബ്ലോക്കായി. ട്രെയിൻ മിസ്സാവും എന്ന് ഞാൻ ഉറപ്പിച്ചു. ഇനി ആകെ ഒരു പോം വഴി, ട്രെയിൻ ലേറ്റ് ആവണം, അത് മാത്രമായിരുന്നു മുന്നിലുള്ള പോം വഴി. തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ട്രെയിനാണ്. ട്രെയിൻ ഓൺ ടൈം ആണ്. 2 മിനിറ്റ് മാത്രം ലേറ്റ് എന്ന് കാണിച്ചു. ആ പ്രതീക്ഷയും കൈവിട്ടു. ഇടയിൽ എന്ത് മിറാക്കിൾ സംഭവിച്ചു എന്നറിഞ്ഞില്ല. കൊല്ലം സ്റ്റേഷനിൽ 2 മിനിറ്റ് മാത്രം ലേറ്റായ ട്രെയിൻ അടുത്ത സ്റ്റേഷനായ കായംകുളം എത്തിയപ്പോൾ 35 മിനിറ്റ് ലേറ്റ്. ഇതെങ്ങനെ സംഭവിച്ചു അറിയില്ല. അമ്മയുടെ കാരുണ്യം തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള പ്രയാണം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.